ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നിമിഷ സ്മാർട്ട് കുക്കിംഗ് നിങ്ങളെല്ലാവരെയും സ്വാഗതം. ഞാൻ നിമിഷ. അപ്പോൾ കുറച്ച് ദിവസമായല്ലേ വീഡിയോസൊക്കെ ഇട്ടിട്ട് തീരെ സമയം കിട്ടുന്നില്ല. കേക്കിൻ്റെ ഓർഡേഴ്സൊക്കെ ഒത്തിരി വരുന്ന കാരണം കൊണ്ട് സമയം കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ ഇടാത്തത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ക്ഷമിക്കണേ. അപ്പോൾ ഇന്നും ഞാൻ വന്നിരിക്കുന്നത് ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാൻ പറ്റിയത് റവ ദോശയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. റവ ദോശയും നമുക്ക് പിന്നാണെങ്കിൽ അതിൻ്റെ കൂടെ കാര ചട്നിയും നമുക്ക് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഏറ്റവും അധികം നമുക്കാണെങ്കിൽ ദോശയുടെ ബാറ്റർ നമുക്ക് റെഡിയാക്കിയെടുക്കാം. ഒരു കപ്പ് ഞാനാണെങ്കിൽ അരിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം വറുത്താണെങ്കിലും നോർമലാണെങ്കിൽ ഏതാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ 1/4 കപ്പ് നമുക്ക് റവ എടുത്തിട്ടുണ്ട്, 1/4 കപ്പ് നമുക്കാണെങ്കിൽ മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സവാള പൊടിയായി അരിഞ്ഞ് അത് ഇട്ട് 2-3 പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ, അതും അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി ആണെങ്കിൽ 1 ഇഞ്ച് കഷ്ണം ഇഞ്ചിയും കൂടെ അതും കൂടെ ഒന്ന് ചെറിയ ആയിട്ട് മുറിച്ചായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 സ്പൂൺ നമുക്കാണെങ്കിൽ കുരുമുളക് ക്രഷ് ചെയ്ത് അതും ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ചെറിയ ജീരകം നമുക്ക് അതും 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളത്തിൻ്റെ കണക്കൊന്നുമില്ല കേട്ടോ, നല്ല ഫ്ലോയി ആയിട്ട് വെള്ളം പോലെ ഇരിക്കണം. അതുപോലെ വേണം ചെയ്യാനായിട്ട്. നമുക്ക് ഈ ദോശയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടായിരിക്കുന്നത് കേട്ടോ. അപ്പം മറ്റേ നമ്മൾ നോർമൽ ദോശ തൊട്ട് സോഫ്റ്റ് അല്ല, ഇച്ചിരി ക്രിസ്പി ആയിട്ടിരിക്കും. അപ്പോഴേ കഴിക്കാൻ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ ഒരു കാര ചട്നിയുടെ വീഡിയോ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ഈ ചട്നി നമുക്കാണെങ്കിൽ ഈ ദോശയുടെ കൂടെ തന്നെയല്ല, നമ്മൾ നോർമൽ ഇഡ്ഡലി ദോശയുടെ കൂടെ ആണെങ്കിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയതാണ് കേട്ടോ. നല്ല അടിപൊളി ചട്നിയാണ്, നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണേ. നല്ല അപ്പോൾ നമുക്കാണെങ്കിൽ നമ്മുടെ ബാറ്റർ പറഞ്ഞു കൂട്ട് നമുക്ക് റെഡി ആക്കിയിട്ടുണ്ട്. വെള്ളം പോലെ കണ്ടില്ലേ, വെള്ളം പോലെ. നമുക്കൊരു 15 മിനിറ്റത്തേക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അതുവരത്തേക്ക് നമുക്ക് നമ്മുടെ ചട്നി റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനാണെങ്കിൽ ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കും. വെളിച്ചെണ്ണ ആണെങ്കിൽ സൺഫ്ലവർ കുഴപ്പമില്ല കേട്ടോ, ഒഴിച്ചു കൊടുക്കാം. പിന്നെ 2 സവാള ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് സോത്തെ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊരു 3 അല്ലി നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ ഇച്ചിരി ആണെങ്കിൽ 1 സ്പൂണ് അത്ര നമുക്കാണെങ്കിൽ പുളി ഇട്ട് കൊടുക്കാം. നമുക്ക് ഒരു 3 കഷ്ണം ചെറിയ പുളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കാണെങ്കിൽ 2 തക്കാളി ഞാൻ ചെറുതാക്കി അരിഞ്ഞ് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനകത്ത് നമുക്കാണെങ്കിൽ കശ്മീരി റെഡ് ചില്ലി നമുക്കാണെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഉണങ്ങി വരത്തില്ല, ഒരു 5-6 അതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇത് ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് സോത്തെ ചെയ്ത് കൊടുക്കാം. കശ്മീരി റെഡ് ചില്ലി ഇതുപോലെ ഇല്ല മുഴുവനുള്ള ഇല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ പൊടിയാണെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഒരു 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കാണെങ്കിൽ ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് വന്നു കഴിയുമ്പോൾ ഗ്യാസിൻ്റെ ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. ഇനി തണുക്കുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. തണുത്ത് കഴിയുമ്പോൾ ഒരു മിക്സി ജാറിട്ട് നമുക്കൊന്ന് ഇത് നന്നായിട്ടൊന്ന് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. വെള്ളത്തിൻ്റെ ആവശ്യമില്ല, വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. ഇതുപോലെ ഇത് അരച്ചെടുക്കണം. നമുക്ക് നന്നായിട്ടൊന്ന് അരച്ച് നമുക്ക് കൊണ്ടുവരാം. അപ്പോൾ ഇത് അരച്ച് ഞാൻ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇത്രയും മതി. നമുക്ക് ഇതിന് വേണ്ടി ഒരു തടുക്ക റെഡിയാക്കി എടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ അതിനാണെങ്കിൽ 1/2 ടീസ്പൂൺ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി കഴിയുമ്പം 1 ടീസ്പൂൺ നമുക്കാണെങ്കിൽ കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കാണെങ്കിൽ 1 ടീസ്പൂൺ നമുക്കാണെങ്കിൽ ഉഴുന്ന് പരിപ്പും ഇട്ട് കൊടുക്കാം. ഇനി നമുക്കാണെങ്കിൽ ചെറിയ ജീരകം അതും ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ട് സോത്തെ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കാണെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ നമുക്കാണെങ്കിൽ കായപ്പൊടിയും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കണേ. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് സോത്തെ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ അരച്ച് വെച്ച ചട്നി ഇല്ല, അത് നമുക്ക് അതിനകത്തോട്ട് മുഴുവനായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ കറിവേപ്പില ഇട്ടാൽ മറന്നു പോയതാണ് കേട്ടോ, ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ അതൊക്കെ ചട്നിയെല്ലാം ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ. മിക്സ് ആക്കിയതിന് ശേഷം ഇത് പാനിൽ നിന്ന് വിട്ട് വരണം, എണ്ണയൊക്കെ തെളിഞ്ഞ് വിട്ട് വരുന്ന പാകമാണ് ശരി കേട്ടോ അതിൻ്റെ. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. എന്നിട്ട് മിക്സ് ആക്കിയതിന് ശേഷം പാനൊക്കെ വിട്ട് വരുന്ന പാകമാകുമ്പോൾ നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം നമുക്ക് ഓഫാക്കി കൊടുക്കാം. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ലതായിട്ട് പാകത്തിനായി വന്നിട്ടുണ്ട്. ഇത്രയും മതി. അപ്പോൾ നമ്മുടെ കാര ചട്നി നമുക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ, സെർവ് ചെയ്യാനായിട്ട്. ഇനി നമുക്കാണെങ്കിൽ നമ്മുടെ ദോശയുടെ ബാറ്റർ നമുക്ക് റെഡിയായി കിട്ടിയോ ഇല്ലയോ നമുക്ക് നോക്കാം. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് പാകത്തിന് വീർത്ത് കണ്ടോ, റവയൊക്കെ വീർത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്കാണെങ്കിൽ പാനിൽ ഒഴിച്ചു കൊടുക്കുമ്പം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നില്ലെങ്കിൽ ഒരു ഇച്ചിരി കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കണേ. അപ്പോൾ നമുക്കിത് ഇത്രയും പാകം, എൻ്റെ ഇത്രയും മതി കേട്ടോ ഈ പാകം. നിങ്ങൾ ഒത്തിരി തിക്കാണെങ്കിൽ ഒരു ഇച്ചിരി കൂടി ഈ പാകത്തിനാക്കി എടുക്കണം. നമുക്കാണെങ്കിൽ ദോശത്തവ എടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു ടിഷ്യൂ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാൻ റെഡി ആക്കിയിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ നമുക്ക് ചൂടാക്കി എടുക്കാം. ഇതുപോലെ പുക വരുന്ന രീതി വേണം ചൂടാക്കി കൊടുക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് ഈ ബാറ്റർ അതിട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം കേട്ടോ. സൈഡിലൊക്കെ ഇതുപോലൊക്കെ എണ്ണയിൽ ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് ഒരു സൈഡ് ക്രിസ്പി ആയി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം മറിച്ചിട്ട് മറ്റേ സൈഡും ഇതുപോലെ ക്രിസ്പി ആക്കി എടുക്കുക. അപ്പോൾ അതേ കണ്ടില്ലേ, എത്ര സിമ്പിളാണ്, നല്ല അടിപൊളി ടേസ്റ്റ് ആക്കട്ടെ. ചൂടോടെ സെർവ് ചെയ്ത് കൊടുക്കുക. നമുക്കൊക്കെ ആണെങ്കിലും വീട്ടിൽ എല്ലാവർക്കും ആണെങ്കിൽ ഒത്തിരി ഇഷ്ടപ്പെടും കേട്ടോ. നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണേ.
ഫ്രണ്ട്സ്, നിങ്ങൾക്കൊക്കെ എൻ്റെ റെസിപ്പീസൊക്കെ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയിക്കുക. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ ഇതേവരെ പുതിയ കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോട് സബ്സ്ക്രൈബ് ചെയ്യും, സപ്പോർട്ടും ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യണം. അത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ എഴുതുന്ന പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ഇഷ്ടപ്പെടുവാൻ ലൈക്ക് ചെയ്യാൻ മറന്നുപോലെ. ഞങ്ങൾ എത്രയും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഞങ്ങളൊരു വീഡിയോസൊക്കെ റെഡിയാക്കി കൊണ്ടുവരും നിങ്ങളുടെ അടുത്ത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറന്നുപോലെ. അപ്പം വീണ്ടും എന്തൊക്കെ വീഡിയോസ് കാണാൻ താല്പര്യം വെച്ചാൽ എന്നെ അറിയിക്കാം. നാളെ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ ഫ്രണ്ട്സ്.